ജമ്മുകാശ്മീരിലെ അഖാലിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. മേഖലയിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രദേശത്ത് 5 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നതായി അവർ സംശയിക്കുന്നു. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് കുറച്ച് സമയമായി. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച ഓപ്പറേഷൻ അഖാൽ ഇപ്പോഴും തുടരുന്നുവെന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. 3-ാം ദിവസത്തിലേക്ക് ഓപ്പറേഷൻ അഖാൽ കടന്നിരിക്കുന്നു. ഇന്നലെ രാവിലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിട്ടുണ്ട്. ഒരു ഭീകരന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലിൽ. അതിനിടെ ഇന്നലെ വൈകിട്ടോടെ ഒരു സൈനികന് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിരിക്കുന്നു. ഇയാളെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപകാലത്ത് ജമ്മു കശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഭീകരവിരുദ്ധ നടപടി എന്നാണ് സൈനിക വൃത്തങ്ങൾ ഈ ഓപ്പറേഷൻ അഖാലിനെ വിശേഷിപ്പിക്കുന്നത്. ഓപ്പറേഷൻ മഹാദേവിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഓപ്പറേഷനായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പ്രദേശത്ത് 7 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരമായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. 2 പേരെ വധിച്ചിരിക്കുന്നു. ഇനി 5 പേർ ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടെയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ ഈ 7 പേരിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വളരെ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ആകെ വളഞ്ഞുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.